ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മളൊരു മണ്ഡല ആണ് ചെയ്യുന്നത്. അത് കുറച്ചൊരു 3D ലുക്കുള്ളൊരു മണ്ഡലയാണ്. സോ ഞാൻ അതിന് വലിയ സൈസുള്ള ഷീറ്റ് എടുത്തിരിക്കുന്നത്. യു ക്യാൻ ഓൾസോ ടേക്ക് നിങ്ങളുടെ നോർമലാണെങ്കിൽ, പക്ഷേ ഞാൻ പറയുന്ന സൈസുകൾ നിങ്ങൾക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കേണ്ടി വരും. ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തെറ്റാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാനാണ് പേജിൻ്റെ സൈസും കാര്യങ്ങളുമൊക്കെ പറയുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനിതിൽ ഫസ്റ്റ് ബേസിക്സ് വരയ്ക്കുന്നതെല്ലാം പെൻസിൽ കൊണ്ടാണ്. സോ ഐ എക്സ്പെക്ട് യു ഗൈസ് ഓൾസോ ടു ഡ്രോ യൂസിങ് പെൻസിൽ. വേറൊന്നുമല്ല, നമുക്കിതിൽ കുറേ പോർഷൻസ് മായ്ച്ച് കളയാനുണ്ട്. അപ്പോൾ പെൻസിൽ കൊണ്ട് മാത്രം വരയ്ക്കുക. നമ്മൾ ഓൾമോസ്റ്റ് സെൻറ്ററിൻ്റെ, നമ്മുടെ പേജിൻ്റെ ഒരു ഓൾമോസ്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാനിത് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കഴിയുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് സെൻറ്റർ പോയിൻ്റ് കിട്ടും. ദിസ് വിൽ ബി ഓൾമോസ്റ്റ് അല്ല, എക്സാക്ട്ലി സെൻറ്റർ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയാൽ എക്സാക്റ്റ് സെൻറ്റർ കിട്ടും. അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തേക്കും മടക്കിയിട്ടുള്ളത് കൊണ്ട് എനിക്കിതാ കിട്ടി. ഇതാണ് എൻ്റെ സെൻറ്റർ പോയിൻ്റ്, ഈ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ്. അപ്പോൾ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഇനി ഞാൻ എൻ്റെ സ്കെയിൽ വെച്ചിട്ട്, ഇപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടിയല്ലോ. അപ്പോൾ സെൻറ്ററിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഇപ്പോൾ 8ൽ ഞാൻ ഈ സെൻറ്റർ മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, ഇവിടെ ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്. ഇത്രയും മാർക്ക് ചെയ്തു പറഞ്ഞാൽ പോയിൻ്റായിട്ട് ഇട്ടിരിക്കുന്നത്. ഇനി ഈ പേജിൽ മൊത്തം ഞാൻ ഈ അപ്പുറവും ഇപ്പുറവും, അതായത് സെൻറ്ററിൻ്റെ 2 സൈഡിൽ നമ്മൾ ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ, അവിടെ ഓരോ ലൈൻ വരച്ചു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സെൻറ്റർ പോയിൻ്റ് ഇവിടെ, അവിടെ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ 2 ഭാഗത്തേക്ക്, ആ 1 സെൻറ്റിമീറ്ററിലൂടെ നമ്മൾ ഓരോ ലൈൻസ് വരച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ ഒരു ലൈൻ ഓഫ് പോയിൻറ്റ്സ് ഇല്ലേ, അത് ഒരേ ലൈനിലാണല്ലേ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലോട്ടും ഞാൻ ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു, താഴോട്ട് ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇപ്പോൾ എനിക്ക് ഇവിടെ എക്സാക്ട്ലി ഒരു സ്ക്വയർ കിട്ടി. അതുപോലെ നിങ്ങൾക്കും സ്ക്വയർ, ഈ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ബേസ് ആൻഡ് സെൻറ്റർ. ഇനി ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള മണ്ഡല വരയ്ക്കുന്നത്. മണ്ഡല യൂഷ്വൽ സർക്കുലർ ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഇതെന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാനൊരു 3D എഫക്റ്റ് ആണ് ഇതിനെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ഇവിടെ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു, 2 ലൈൻ കൊടുത്തു. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടും മുകളിലോട്ടും 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു, പിന്നെയും ലൈൻ വരച്ചു. അങ്ങനെ 2 ലൈൻസ് കൊടുത്തു. ഓൾറൈറ്റ്. ഇനി നമ്മൾ നമ്മുടെ കോമ്പസ് എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് 1 2 3 4. അങ്ങനെ നമ്മൾ ഓരോ പോയിൻറ്റ്സിനും മാർക്ക് ചെയ്ത് കൊടുത്തു. 1 2 3 4 എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. 1ൻ്റെ അവിടെ നിന്ന് വെച്ചതിന് ശേഷം ഞാനൊരു ചെറിയ സൈസിൽ, നിങ്ങളൊരു 1 സെൻറ്റിമീറ്ററോ 1.5 സെൻറ്റിമീറ്ററോ എടുത്താൽ മതിയാവും. 1 പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് 2ൻ്റെ അവിടേക്ക് ഞാനൊരു ലൈൻ വരച്ചു. ഇനി ഞാൻ ഇതേ മെഷർമെൻറ്റിൽ പോയിൻറ്റ് 2 4ൻ്റെ അവിടേക്ക് കൊടുക്കുകയാണ്. ഇത്രയും 1ൻ്റെ അവിടെ നിന്ന് 2ൻ്റെ അവിടേക്ക്, 2 ഇതിലേക്ക്. ഇനി 4 ഞാൻ 3ൻ്റെ അവിടേക്ക് കൊടുത്തു. ആൻഡ് 3 ഞാൻ മുകളിലേക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ ശ്രദ്ധിച്ച് വെക്കുക. നമ്മൾ ഫസ്റ്റ് ഈ ഒരു സർക്കിൾസ്, ഇവിടുത്തെ ഒരു മണ്ഡലം മാത്രം എടുക്കാം. ഇതിൽ 4 മണ്ഡലാസ് വരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1ൻ്റെ അവിടെ വെച്ചു, എന്നിട്ട് 2ൻ്റെ അവിടേക്ക് ഒരു മെഷർമെൻറ്റിൽ 1.5 എന്ന് പറഞ്ഞ മെഷർമെൻറ്റിൽ വെച്ചു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഞാൻ വീണ്ടും ഒരു 1 സെൻറ്റിമീറ്റർ കൂടെ കൂട്ടിയിട്ട് വെച്ചു. പിന്നെ ഒരു 1 സെൻറ്റിമീറ്റർ കൂട്ടി വരച്ചു. ഇതെല്ലാം 1 നിന്ന് 2 വരെ പോകാൻ പാടുള്ളൂ കേട്ടോ, ആ ലൈൻ വരെ. 3ൻ്റെ അവിടേക്ക് വെച്ചു, 2ൻ്റെ അവിടേക്ക് തന്നെ ഇത്രയും ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി വെരി ഫസ്റ്റ് ലൈനിൽ ഞാൻ പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. പിങ്ക് കളർ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്.
ഇത്ര ഭാഗം ഞാൻ ഫില്ല് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത്രയും, അതായത് 0.1 അവിടെ നിന്ന് ഒരു 1.5 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു ആർച്ച് വരച്ചു. ആ ആർച്ചിലാണ് നമ്മളിപ്പോൾ ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഇതിൽ നമ്മൾ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ പെറ്റൽസ് പോലെ കൊടുക്കില്ലേ, നമ്മളത് പഠിച്ചിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും. ഇങ്ങനെ താഴോട്ട് പെറ്റൽ പോലെ വരുന്ന ഈ ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ ഇത് വരച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചുമ്മാ ഒരു ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. ക്ലോസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ലൈനൊന്ന് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയായി. ഇനി നെക്സ്റ്റ് ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഞാൻ ഈ ടോംബ് പോലത്തെ ആർച്ച് പെറ്റൽസ് വരില്ലേ, അതാണ് ടോംബ് ഇൻ ദ സെൻസ്. ഈ ഫോർ എക്സാമ്പിൾ താജ്മഹലിൽ അങ്ങനത്തെ ഫിഗേഴ്സിലൊക്കെ നമ്മൾ ഉള്ളിൽ കാണിച്ചു, അങ്ങനത്തെയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഞാൻ വരച്ചു, സെൻറ്റർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ ഇങ്ങനെ ലൈൻസ് കൊടുക്കുകയാണ്. ഞാൻ പെൻസിൽ കൊണ്ട് മുന്നേ നമ്മൾ താഴെ വരയ്ക്കുമ്പോൾ ലൈറ്റായിട്ട് വരച്ചതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഈസിലി അതെല്ലാം കവറായി പോകുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് കവർ ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിത് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ട്രയാങ്കിൾസ് കൊടുക്കുക എന്നുള്ളത്. ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾസ് കേട്ടോ, ഇങ്ങനെ താഴോട്ട്. ആ ഗ്യാപ്പ് ഒന്ന് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര ഗ്യാപ്പ് വരുന്നുണ്ടോ ആ ഗ്യാപ്പിൻ്റെ അവിടേക്ക്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കംപ്ലീറ്റ്ലി ഡാർക്കൻ ചെയ്ത് കൊടുക്കണം. ഞാൻ അതേ പെണ്ണ് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, വേറെ ഒന്നും എടുക്കുന്നില്ല. അല്ല, ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഫില്ല് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ്. ഞാൻ അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ആണ് നെക്സ്റ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ വീണ്ടും അടുത്ത ലെയറിലേക്കുള്ള വരച്ചു കൊടുക്കുകയാണ്. അത് ചുമ്മാ ഇങ്ങനെ വലിയ ആർച്ചുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതിനോട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലത്തെ ഭാഗം ക്ലോസ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞു. അത് ഫില്ല് ചെയ്തും കൂടെ കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഓൾറെഡി അറ്റം ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്.
ഓക്കെ, ഇത്രയാണ് നമ്മുടെ മണ്ഡല വരുന്നുള്ളൂ. ഇത്രയും ഒരു ചെറിയൊരു കേക്കിൻ്റെ കഷ്ണം പോലെയാണ് വരുന്നത്. അതിൽ ലാസ്റ്റത്തേതിൽ നമ്മളിങ്ങനെ ഒരു എസ് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ എസ്സിൻ്റെ അറ്റം ഇങ്ങനെ സ്പൈറൽ ചെയ്ത് കൊടുക്കും. ഉണ്ടോ? അപ്പോൾ ഇനിയും അടുത്തതും ഒരു എസ് തന്നെയാണ് വരുന്നത്. നമ്മൾ എൻ്റെ നന്നായി സ്പൈറൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ എനിക്ക് പകുതിയേ വരുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് നിർത്തി. ഇത്രയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ഫേസ് 1 വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫേസ് 2 പോകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫേസ് 2 ഫേസ് 2 ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ലാസ്റ്റ് ലെയറിൽ എത്രയാണോ കറക്റ്റ് മെഷർ ചെയ്യുക, അത് ഞാൻ എല്ലാ ഇതിലും ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഫേസ് 2 എവിടെയാണ് വരുന്നത്? നമുക്ക് പോയിൻറ്റ് 2 4ലേക്ക്, അത് കഴിഞ്ഞാൽ 4 3 നെക്സ്റ്റ് വന്നിട്ട് 3 1. ഇങ്ങനെയാണ് ലാസ്റ്റ് ലെയേഴ്സ് വരിക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് ഉള്ളിലത്തെ ഇത് കൊടുക്കാം. ഇത് ഫുൾ വരച്ച് കഴിഞ്ഞ് ഇതിൽ അൺനെസസറി ആയിട്ടുള്ളതെല്ലാം മായ്ച്ച് കളയുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടുള്ളൂ. ഞാൻ പോയിൻറ്റ്സ് കറക്റ്റായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഉള്ളിൽ കറക്റ്റ് ഈക്വലായിട്ട് എല്ലാത്തിലും വരച്ച് കൊടുക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോഴത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് കേട്ടോ. അതിനാണ് ഞാൻ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഇട്ടിട്ട് പറഞ്ഞു തന്നത് 1 2 3 4 എവിടെയൊക്കെയാണ് എന്നുള്ളത്. സോ ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് സർക്കിൾ ഇപ്പോൾ ഇവിടെ ഫില്ല് ചെയ്ത പോലെ ഇവിടെ ഇങ്ങനെ 4 ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പിങ്ക് കൊടുത്തു. നെക്സ്റ്റ് ഞാൻ ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഇനി അടുത്തതൊരെണ്ണം ഞാൻ ഈ പോയിന്റിലുള്ളത് ഗ്രീന് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം കുറച്ച് നല്ല ഫ്ലൂറോ കളേഴ്സ് ആട്ടോ കൊടുക്കുന്നത്. ഇനി അടുത്തത് ഞാൻ ഓറഞ്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ സ്ക്വയർ കറക്റ്റായി കാണുന്നുണ്ട്. ഈ സ്ക്വയറിൻ്റെ 4 അവിടെയും ഓരോരോ പോയിൻറ്റ്സ് വേണ്ടി. ഇനി ആ സ്ക്വയർ ഒന്ന് ഞാൻ ബ്ലാക്കിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ക്വയർ ഇമ്പോർട്ടൻ്റ്. ആ സ്ക്വയർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമുക്കിനി അതിലൊന്നും ചെയ്യാനില്ല. ഇനി അടുത്തത് എല്ലാത്തിൻ്റെയും അടുത്ത ലെയറിലേക്ക് നമുക്കൊന്ന് ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഇട്ട് കൊടുക്കാം.
കണ്ടോ അതിൻ്റെ ആ ഭംഗി നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കുമാണ് വരിക. അപ്പോൾ യു ഹാവ് ടു വെയിറ്റ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നുള്ളത് തോന്നും. അതെ, ഇത്രയും നമ്മൾ ഓരോ ലെയേഴ്സും വരച്ചു. ഫസ്റ്റത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി വി ആർ മൂവിങ് ഓൺ ടു ദ തേർഡ് ലെയർ. ഞാൻ തേർഡ് ലെയേഴ്സ് ഒന്ന് വരയ്ക്കാൻ പോവാണ്. ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം. ഓക്കെ, ഇതിനകത്തിലും കൊടുത്തു, സെൻറ്ററിലൂടെ വരച്ചു. ഇതിൽ ഓൾറെഡി സെൻറ്ററിലാണ് നിൽക്കുന്നത്, അപ്പം ദാറ്റ് വുഡ് ബി ഇനഫ്. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വരച്ചു. നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഫില്ലിങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇതൊന്ന് വരച്ചു കൊടുക്കാം നമുക്കെല്ലാം ഫസ്റ്റ്. നമ്മൾ ഇത്രയും വരച്ചു. നമ്മുടെ നെക്സ്റ്റ് ജോബ് ഇസ് ടു ഫിൽ ഇറ്റ്. കംപ്ലീറ്റ്ലി അത് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഐ എം ഡൂയിങ് ദാറ്റ് റൈറ്റ് നൗ.
ഓക്കെ, നമ്മളങ്ങനെ എല്ലാ ഫില്ലിങ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നെക്സ്റ്റ് ലെയറിനുള്ളത് ക്ലോസ് ചെയ്യുക. പുറത്തൊക്കെ ഓൾറെഡി ഉണ്ടാവും. എന്നിട്ട് ഞാനത് വരച്ചു കൊടുക്കുകയാണ്. ലാസ്റ്റ് ആയിരിക്കും ഞാൻ ഫില്ലിങ്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. അതിന് അത്രയല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്കത് ഒന്നിച്ചങ്ങ് ചെയ്ത് പോവാം. ഇത് ബാക്കി ഭാഗം ഫില്ല് ചെയ്തു. ഒരു ഭാഗം കൂടെ അല്ല, ഇത്രയും നമ്മൾ ചെയ്തു. ഇനി അടുത്തത് ഈ ഒരു ലെയറും കൂടെ ഉള്ളൂ. അപ്പം ഞാനത് അങ്ങ് ക്ലോസ് ചെയ്ത് നമ്മൾ എസ് ഷേപ്പിൽ വരയ്ക്കുന്നത്. അത് കംപ്ലീറ്റ് ആയി. അത് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ 2 ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ അടുത്ത 2 ഭാഗം മാത്രം കംപ്ലീറ്റ് ആക്കാനുള്ളത്. ഞാനൊന്ന് ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം നമുക്ക് വേഗം. പിന്നെ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വേഗം വരയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾ പതുക്കെ സമയമെടുത്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. എൻ്റെ വീഡിയോന് ഒരുപാട് നേരം കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ പാടായിരിക്കും. എനിക്ക് അയക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വേഗം എന്ന് പറയണത്. നിങ്ങൾ പതുക്കെ വരച്ചാൽ മതി. അത് 2 എണ്ണത്തിൻ്റെയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എല്ലാത്തിൻ്റെയും ലാസ്റ്റത്തെ റോ ആണ് നമുക്കുള്ളത്. ലെറ്റ്സ് ഫിനിഷ് ദാറ്റ്. അത് നമ്മളെപ്പോഴും പോലെ തന്നെ ഒരു വലിയ എസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്പൈറൽസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. പറഞ്ഞതിന് കഴിഞ്ഞു. ഇനി ദ ലാസ്റ്റ് വൺ.
പിന്നെ നമ്മുടെ മണ്ഡല ഓൾമോസ്റ്റ് റെഡി ആയിരുന്നു. ഇനി ഇതിൻ്റെ കറക്റ്റ് ഭംഗി കാണണമെങ്കിൽ നമുക്ക് ഈ അഡീഷണൽ ആയിട്ടുള്ളതെല്ലാം റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഈ എക്സ്റ്റൻഷനും ഈ ലൈൻസൊക്കെ കളയാം. നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഷേപ്പ് വരുന്നത്. മണ്ഡലയുടെ ഷേപ്പ് ഇങ്ങനെ വരും. കണ്ടോ, ഒരു 3D എഫക്റ്റ് വരുന്നത്. എല്ലാം ഒരു 4 പീസസ് ഓഫ് കേക്ക്സ് ഒന്നിച്ച് വെച്ച പോലെ.